എല്ലാവർക്കും ഹായ്, ഇത് ആന്തി ഫ്രനിത ആണ്. ഇന്നത്തെ കഥയുടെ പേര് ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ ഇൻ ദി ഇമേജ് ഓഫ് ഗാഡ് എന്നാണ്. ഇന്നത്തെ മനപാഠവാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം തന്റെ സ്നേഹദാനങ്ങളാൽ എന്നെ ചുറ്റിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സന്ദേശം. 6 ദിവസം കൊണ്ട് ദൈവം മനോഹരവും പൂർണ്ണവുമായ ഒരു ലോകം സൃഷ്ടിച്ചു. പിന്നെ അത് ആസ്വദിക്കാൻ വേണ്ടി അവൻ 2 പ്രത്യേക ആളുകളെ സൃഷ്ടിച്ചു. നമുക്ക് അതിനെക്കുറിച്ച് വായിക്കാം. ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു. അവൻ സസ്യങ്ങളെയും മത്സ്യങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചു. അവൻ എല്ലാം നോക്കി, അത് നല്ലത് എന്ന് കണ്ടു. എന്നാൽ അവന്റെ സൃഷ്ടി അപൂർണമായിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള സമയമായിരുന്നു അത്. മനുഷ്യരെ സൃഷ്ടിക്കുന്നത് ജീവികളെയും സസ്യങ്ങളെയും സൃഷ്ടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മനുഷ്യർ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലായിരിക്കുകയും മൃഗങ്ങളെ ഭരിക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ ദൈവം നിലത്തെ പൊടികൊണ്ട് ഒരു മനുഷ്യനെ നിർമ്മിച്ചു. ദൈവം ശ്രദ്ധാപൂർവം മനുഷ്യന്റെ വിരലുകളും കാൽവിരലുകളും ചെവികളും കണ്ണുകളും വായും ഉണ്ടാക്കി. മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ അവന്റെ മൂക്കിൽ ഊതി. ആ മനുഷ്യൻ ശ്വസിക്കാൻ തുടങ്ങി. അവൻ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. ദൈവം ആദ്യ മനുഷ്യനെ നോക്കി പുഞ്ചിരിച്ചു. അവനെ ആദം എന്ന് വിളിച്ചു. ആ ദിവസം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ദൈവം ആദാമിനോട് എല്ലാ മൃഗങ്ങളും തന്റെ കീഴിലാണെന്ന് പറഞ്ഞു. അവയ്ക്ക് പേരിടുക എന്നതായിരുന്നു ആദാമിന്റെ ജോലി. കുരങ്ങന്മാർ മരച്ചിലകളിൽ സംസാരിക്കുന്നത് കണ്ട് ആദം ചിരിച്ചിരിക്കാം. നീണ്ട തുമ്പിക്കൈകളും വലിയ വിറയ്ക്കുന്ന ചെവികളുമുള്ള ആനകളെ കണ്ടപ്പോൾ അയാൾ പുഞ്ചിരിച്ചിരിക്കാം. നാണം കുണുങ്ങിയായ മാനിനെ തലോടാനും ഒരു കറുത്ത കരടിയുമായി കളിക്കാൻ വേണ്ടിയായിരിക്കാം അവൻ നിന്നത്. ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. താൻ തനിച്ചാണെന്ന് ആദാം ശ്രദ്ധിച്ചിരിക്കാം. എല്ലാ മൃഗങ്ങൾക്കും ഒരു പങ്കാളി ഉണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചിരിക്കാം. എല്ലാ മൃഗങ്ങൾക്കും തങ്ങളെപ്പോലെ ഇണകളുണ്ടായിരുന്നു. അവർക്ക് ആശയവിനിമയം നടത്താനും കാര്യങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുമായിരുന്നു. പക്ഷേ ആദാമിനു വേണ്ടി ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവം ആദാമിനെ ഒരു ഗാഢനിദ്രയിലേക്ക് വീഴ്ത്തി. പിന്നെ അവൻ ആദാമിന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. ആദാം ഉണർന്നപ്പോൾ ദൈവം ആ സ്ത്രീയെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദം സന്തോഷിച്ചു. അവൻ പറഞ്ഞു, അവൾ എന്റെ അസ്ഥികളിൽ നിന്നും മാംസത്തിൽ നിന്നും ഉണ്ടായതാണ്. പുരുഷനിൽ നിന്ന് എടുത്തതിനാൽ അവൾ സ്ത്രീ എന്ന് വിളിക്കപ്പെടും. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയെ ആദാം ഹവ്വ എന്ന് വിളിച്ചു. ആ ദിവസത്തിന്റെ അവസാനം താൻ സൃഷ്ടിച്ചതൊക്കെയും ദൈവം നോക്കി. അവൻ സസ്യങ്ങളെയും മരങ്ങളെയും മത്സ്യങ്ങളെയും മൃഗങ്ങളെയും ആദാമിനെയും ഹവ്വായെയും കണ്ടു. നല്ലൊരു ദിവസമായിരുന്നു അത്. ദൈവം പറഞ്ഞു, ഇത് വളരെ നല്ലതാണ്.